ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു 49% ആളുകൾക്ക് ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത് നിന്ന്. അത് ഫാറ്റി ലിവർ ഇസ് വെരി കോമൺ, അത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ആളുകൾ വളരെ ഈസി ആയിട്ട് പറയും എനിക്ക് ചെറിയ ഫാറ്റി ലിവർ ഉണ്ട് എന്ന്, ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ടിരുന്നു എന്ന്. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് ഡേഞ്ചറസ് ആണോ? അതിന് ചിലപ്പോൾ ട്രീറ്റ്മെന്റ് ഒന്നും ആളുകൾ എടുക്കണമെന്നില്ല. അപ്പോൾ ഫാറ്റി ലിവറിനെ നമുക്ക് നിസ്സാരവൽക്കരിക്കാമോ എന്നുള്ളതാണ് ചോദ്യം. എക്സാക്ട്ലി. ഉത്തരം വളരെ വെരി സിമ്പിൾ. ഇറ്റ് ഹാസ് ടു ബി ടേക്കൺ അപ്പ് സീരിയസ്ലി. ഓക്കെ. എന്തുകൊണ്ടെന്നാൽ ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് കരളിലേക്ക് കൊഴുപ്പ് കയറുന്ന അവസ്ഥയാണല്ലോ പറയുന്നത്. അത് എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഒന്നുകിൽ മദ്യം ഉപയോഗിക്കണം സ്ഥിരമായിട്ട്, അതല്ലെങ്കിൽ ആഹാരം നല്ലപോലെ കഴിച്ച് എക്സസൈസ് ചെയ്യാതിരിക്കണം. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കരളിലേക്ക് കൊഴുപ്പ് കയറി കഴിഞ്ഞാൽ അത് ക്രമേണ കരൾ സെല്ലുകളെ ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. കരൾ സെല്ലുകൾ വീങ്ങി തുടങ്ങും. അതാണ് രണ്ടാം ഘട്ടം. ഈ കരൾ സെല്ലുകളുടെ വീക്കം പ്രത്യേകിച്ച് വേദനയോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാക്കില്ല. ഈ വീക്കത്തിൻ്റെ സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നീട് സ്കാർ ടിഷ്യൂ അഥവാ വടുക്കൾ കരളിൽ അടിയുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോവുക. ഫൈബ്രോസിസ് എന്നാണ് അതിൻ്റെ ടെക്നിക്കൽ ടേം. ഫൈബ്രോസിസ് എന്ന് പറയുന്നത് നമ്മൾ കൈ മുറിയുമ്പോൾ അവിടെ ഒരു സ്കാർ വരില്ല, ഒരു വടുക്കൾ ഉണ്ടാവില്ല. മുറിവ് ഉണങ്ങുമ്പോൾ ഉണ്ടാകുന്ന വടുക്കൾ അഥവാ സ്കാർ ടിഷ്യൂ, ഇത് തന്നെ കരളിലും ഉണ്ടാകും. ഈ വടുക്കളുടെ അഥവാ സ്കാർ ടിഷ്യൂവിൻ്റെ ക്വാണ്ടം, അതിൻ്റെ അളവ് കൂടി ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകുന്നതിന് നമ്മൾ കരൾ സിറോസിസ് എന്ന് പറയും. കരൾ സിറോസിസ് വന്നാൽ പിന്നീട് അതിൻ്റെ പുറത്ത് കരൾ ക്യാൻസറും വരും. അപ്പോൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഈ ഘട്ടങ്ങളിലൂടെ കടന്ന് വളരെ മാരകമായിട്ടുള്ള കരൾ സിറോസിസും കരൾ ക്യാൻസറും ഉണ്ടാക്കാൻ പ്രാപ്തിയുള്ള ഒരു രോഗമാണ് ഫാറ്റി ലിവർ. എന്ന് മാത്രമല്ല, ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു എനർജി മിസ്മാച്ചിനെയാണ് കാണിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരം ഇട്ട് കത്തിച്ച് കളയാൻ പറ്റുന്നില്ല.